തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖരത്തിൽ ഡ്രോൺ വഴി വളപ്രയോഗം നടത്തി. പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖരത്തിൽ നടത്തിയിരിക്കുന്ന മുണ്ടകൻ നെൽകൃഷിയുടെ രണ്ടാം ഘട്ട വളമിടൽ ഡ്രോൺ വഴി നടത്തി. കൃഷി ചെലവ് കുറയ്ക്കുക, കൂടുതൽ വിളവും ഗുണമേന്മയും ഉറപ്പുവരുത്തുക, കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയവയാണ് പോത്താനിക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നാനോ യൂറിയ, നാനോ DAP തുടങ്ങിയ വളങ്ങൾ ഇഫ്കോ, ഫാക്ട് കമ്പനികൾ വഴി സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. പാടശേഖര സമിതി പ്രസിഡന്റ് പോൾ C. ജേക്കബ്, സെക്രട്ടറി PV വർഗീസ്, കൃഷി ഓഫീസർ ബോസ് മത്തായി, കൃഷി അസിസ്റ്റന്റ്മാരായ സുഹറ അലിയാർ, ഷെറീന KP, നിയുക്ത ജനപ്രതിനിധികളായ ജിജി മാത്യു, KP ജെയിംസ്, പ്രദീപ് KC, മേഴ്സി ബിജു, അനിൽ അബ്രഹാം, കർഷകർ, പാടശേഖര അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പോത്തനിക്കാട് കൃഷിഭവന്റെയും പോത്തനിക്കാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പുളിന്താനം പാടശേഖര സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ പുളിന്താനം പാടശേഖരത്തിൽ ഇന്ന് ഡ്രോൺ വഴി മരുന്ന് തളിക്കുക എന്നുള്ള വളപ്രയോഗത്തിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. വളരെ സജീവമായിട്ട് ഏകദേശം 12 ഏക്കറോളം വരുന്ന ഈ പാടശേഖരത്തിൽ കർഷകരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അതായത് ഈ വളപ്രയോഗത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളുടെ ദൗർലഭ്യം അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ വളപ്രയോഗം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൂലി ചെലവ് അടക്കം വളത്തിൻ്റെയൊക്കെ ചിലവടക്കം നോക്കുമ്പോൾ വളരെ ഭീമമായ തുക കർഷകർക്ക് ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഡ്രോൺ വഴി വളപ്രയോഗം നടത്താൻ വേണ്ടി നമ്മുടെ കൃഷിഭവനും അതോടൊപ്പം തന്നെ പാടശേഖര സമിതിയും തീരുമാനിച്ചത്. ഇത് പ്രകാരമാണ് ഇന്നിവിടെ ഈ വളപ്രയോഗം നടക്കുന്നത്. നമുക്കറിയാം, 1 ഏക്കർ വളപ്രയോഗം നടത്തുന്നതിന് വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ സാഹചര്യമാണ് ഡ്രോൺ വഴി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിന്ന് ഇഫ്കോയും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള ഫാക്ടൂണും കൂടിയിട്ടാണ് ഇന്ന് സഹകരിച്ചാണ് ഈ പരിപാടി ഇവിടെ സഹകരിക്കുന്നത്. വളരെ സജീവമായിട്ട് ഇവിടുത്തെ കർഷകരെല്ലാം വളരെ ഉത്സാഹത്തിലാണ്. ഇതുപോലുള്ള യന്ത്രവൽക്കരണ പദ്ധതികളായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നെൽകൃഷി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പാടശേഖരത്തിലും നമ്മുടെ പഞ്ചായത്തിലൊക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ സജീവമായിട്ട് കർഷകർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് ഈ പാടശേഖരത്തിൽ ഈ ഡ്രോൺ വഴി ഇഫ്കോയും അതോടൊപ്പം തന്നെ ഫാക്റ്റും പാടശേഖര സമിതിയും കൃഷിഭവനും എല്ലാം ഒത്തൊരുമയോടെ സഹകരിച്ചുകൊണ്ടിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പരിപൂർണമായ ഈ സഹകരണം ഈ നാട്ടിലെ കർഷകരുടെ ഉണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.